ഗെയ്സ്, അങ്ങനെ രാവിലെ വണ്ടി എടുത്തിരിക്കുകയാണ്. ഞാനിപ്പോൾ യൂബറാണ് ഓടുന്നത്. യൂബർ ഓൺലൈൻ ടാക്സികൾ, യൂബർ, ഓല, റാപ്പിഡോ, കേരള സവാരി, ഇങ്ങനെ 4 ആപ്പുകളാണ് ഇപ്പോൾ ഓടുന്നത്. രാവിലെ വണ്ടി എടുത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങിയിരിക്കുകയാണ്. അതിൻ്റെ വിഷ്വലാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. രാവിലെ ഇവിടുന്ന് CNG ഫില്ല് ചെയ്ത് ഫുള്ളാക്കിയിട്ടാണ് പോകുന്നത്. ഇതിപ്പോൾ വീട്ടിൽ നിന്നുള്ള മെയിൻ റോഡിലോട്ട് ഞാൻ ഇറങ്ങിയിരിക്കുകയാണ്. ഇവിടെ നിന്ന് ഉരുട്ടമ്പലം എന്ന സ്ഥലത്തേക്കാണ് ഞാൻ പോകുന്നത്. പോങ്ങമൂടി അവിടെ CNG പമ്പുണ്ട്, പെട്രോൾ പമ്പാണ്, ഇപ്പോൾ CNG ഉണ്ട്. അപ്പോൾ അത് ഫില്ല് ചെയ്തിട്ടാണ് ഇന്നത്തെ ഒരു ദിവസം തുടങ്ങുന്നത്. ഇന്ന് വൈകിട്ടൊരു 10:45 വരെ 10:45 വന്ദേ ഭാരത് ട്രെയിനുണ്ട് തിരുവനന്തപുരം സെൻട്രലിൽ. അപ്പം അതുവരെ ഓടാനാണ് തീരുമാനം. പിന്നെ എങ്ങനെയെന്ന് അറിയില്ല. ഓട്ടത്തിൻ്റെ ഓരോ ദിവസം മാറി മറിഞ്ഞിരിക്കും. രാവിലെ എങ്ങനെയാണ് ഓട്ടം ഉണ്ടോ എങ്ങനെയെന്നറിയില്ല. പൊതുവേ ഓൺലൈൻ മേഖലയിൽ ഇപ്പം ഭയങ്കര പ്രതിസന്ധിയിലാണ്. ഓട്ടങ്ങളൊക്കെ നല്ല കുറവാണ്. വണ്ടികൾ കൂടുതൽ അറ്റാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വണ്ടികൾ ഒരുപാട് കൂടുന്നതനുസരിച്ച് ഓട്ടങ്ങളും കുറയുന്നുണ്ട്. ഞാൻ ഒരു ദിവസം എത്ര രൂപ വരെ ഓടും എന്നൊന്നും ഞാൻ ഇതിലിടില്ല. അങ്ങനെ ഇടില്ല. ജസ്റ്റ് ഓട്ടം, പിന്നെ റൂട്ട്, അങ്ങനെയുള്ളതൊക്കെ ഞാൻ ഇടാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. ഇപ്പം മാറനല്ലൂർ പോങ്ങമൂട് അവിടെ എത്തിയിട്ടുണ്ട്. ജംഗ്ഷനാണ്. ഇന്നലെ ഹർത്താലായിരുന്നു. ഹർത്താൽ കഴിഞ്ഞിട്ടുള്ള ദിവസമാണ്. CNG പമ്പിൽ രാവിലെ അത്ര തിരക്കൊന്നും കാണില്ല. സാധാരണ കുറവാണ്. ഓട്ടോയാണ് കൂടുതൽ. കാറ് ചിലപ്പോൾ 1-2 ഉണ്ടെങ്കിൽ അത്രയൊക്കെ ഉള്ളൂ. അവിടെ ഒരു 5 ഓട്ടോ അടിക്കുമ്പോഴാണ് ഒരു കാർ അടിക്കുന്നത്. അങ്ങനെയാണ് അവിടുത്തെ ക്രമീകരണം. ഈ CNG സ്റ്റേഷനുകളുണ്ട്. അവിടെയൊക്കെ ആണെങ്കിൽ ഓട്ടോയ്ക്ക് പ്രത്യേക ക്യൂ, കാറിന് പ്രത്യേക ക്യൂ, അങ്ങനെയാണ്. പക്ഷെ ഇവിടെ ഒറ്റ കുറ്റിയാണുള്ളത്. ആ ഒറ്റ കുറ്റിയിൽ ഒരു സൈഡ് ഓട്ടോയും ഒരു സൈഡ് കാറുമാണ് അടിക്കുന്നത്. അപ്പോൾ 5 ഓട്ടോ കഴിഞ്ഞിട്ട് ഒരു കാറ്, ആ ഒരു ഇതിലാണ് അടിക്കുന്നത്. ഇതാണ് ഉരുട്ടമ്പലം. ഉരുട്ടമ്പലത്തിൽ നിന്ന് നമ്മൾ ബാലരാമപുരം പോണ ആ റൂട്ടാണ്. ഇരുത്താവൂര്, ആ റൂട്ടാണ് ഈ പമ്പുള്ളത്. പമ്പ് എത്തിയിരിക്കുകയാണ്. ഈ റൈറ്റ് സൈഡാണ് പമ്പ്. ഇന്ന് വലിയ തിരക്കില്ല കേട്ടോ. ഓട്ടോയും കുറവാണ്. ഒന്നും ഇല്ല കേട്ടോ, ഓട്ടോയും ഇല്ല. ഇന്ന്
ലോഡില്ല, ഇന്ന് ലോഡില്ല. പമ്പ് പെട്രോൾ മാത്രമേ ഉള്ളൂ. CNG ഇല്ല. ലോഡില്ല, ക്ലോസ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി ഇവിടുന്ന് 4 കട്ട CNG ഉണ്ട്. അപ്പോൾ ഇതിൽ തുടങ്ങാം. ഇതാണ് എൻ്റെ യൂബറിൻ്റെ ആപ്പ്. ഡ്രൈവിംഗ് പാസ് കഴിഞ്ഞിരിക്കുകയാണ്. ഇത് പുതിയൊരു അപ്ഡേഷൻ ആണെന്ന് തോന്നുന്നു. 1.8 മിനിറ്റ് വരെ സർജ് കാണിക്കുന്നുണ്ട്. അങ്ങനെന്തോ ഒരു പുതിയ സെറ്റപ്പാണ്. ഞാനിപ്പോൾ മലയൻകീഴാണ്. ഇപ്പം മാപ്പിൽ സർജ് കാണിക്കുകയാണ്. ഫസ്റ്റ് ഓട്ടം എപ്പോൾ അടിക്കുമെന്ന് അറിയില്ല. അങ്ങനെ നമുക്ക് ഫസ്റ്റ് ഓട്ടം കിട്ടിയിരിക്കുകയാണ്. മലയൻകീഴ് ഭാഗത്തു നിന്നാണ് അടിച്ചിരിക്കുന്നത്. മലയൻകീഴിൽ നിന്ന് പട്ടം പോവാൻ. അപ്പം അതെടുത്തിട്ട് കാണാം. അങ്ങനെ ഫസ്റ്റ് ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. നമ്മൾ SUT ഹോസ്പിറ്റൽ പട്ടം എത്തിയിരിക്കുകയാണ്. നല്ല സർജറി ഇവിടെ കാണിക്കുന്നുണ്ട്. പക്ഷേ നെക്സ്റ്റ് ട്രിപ്പ് ഒന്നും കിട്ടുന്നില്ല. കിട്ടുമായിരിക്കും, വെയിറ്റ് ചെയ്യാം. ഇവിടെ എവിടെയെങ്കിലും വണ്ടി, ഇവിടെ സാധാരണ SUT-അകത്ത് കൊണ്ടിട്ട വാഹനം ട്രിപ്പ് കിട്ടാറില്ല. നമുക്ക് വെളിയിലോട്ട് തന്നെ പോവാം. കിട്ടുമോ നോക്കാം. സർജാണ് അതുകൊണ്ടോ യൂബറിലെ ആപ്പിൽ സർജ് കാണിച്ചുകൊണ്ടിരിക്കുക. അപ്പം ട്രിപ്പ് ചിലപ്പോൾ സർജൊക്കെ കാണിക്കും. എന്നാലും ട്രിപ്പൊക്കെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈ സാധാരണ ഇവിടെ കൊണ്ടിട്ട പാർക്കിങ് ഉണ്ട്, ട്രിപ്പ് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അങ്ങനെ നല്ല സർജാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ നമുക്ക് ട്രിപ്പുകളൊന്നും അടിക്കുന്നില്ല. കാര്യം ചെയ്യാം, മെഡിക്കൽ കോളേജ് ആ ഭാഗത്തോട്ട് പോവാം. ജിജി ഹോസ്പിറ്റൽ, കോസ്മോ എന്ന് പറയുന്ന ഹോസ്പിറ്റലൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ ഏതെങ്കിലും നമുക്ക് അവിടെ നിന്ന് ഏതെങ്കിലും ഒന്ന് അടിക്കും. അപ്പോൾ അങ്ങോട്ടായിട്ട് കൊണ്ടിട്ട് നോക്കാം. ഇപ്പോൾ ഒരു മാച്ച് വന്നു 143-ൽ. ഞാനത് കൊടുത്തില്ല. എന്നാൽ സർജറി അടക്കണോണ്ട് ചിലപ്പോൾ ചെറിയ ഓട്ടോ എടുക്കണ്ടെന്ന് വിചാരിച്ചു. നല്ല ഓട്ടോ എങ്കിലും വരുന്നാലും നോക്കാം. ഇവിടെ വണ്ടി ഇടാനാണ് ബുദ്ധിമുട്ട്. ഫുള്ള് നോ പാർക്കിങ്. ഇത്തിരി തിരക്കുള്ള റോഡാണ്. ഇവിടെ കൊണ്ടിട്ട് നോക്കാം. പോലീസ് വന്ന പ്രശ്നമാണെന്ന് തോന്നുന്നു. പാർക്കിംഗ് ബോർഡൊന്നുമില്ല. സർജ് കാണിക്കുന്നുണ്ട്, പക്ഷേ ട്രിപ്പൊന്നും കിട്ടുന്നില്ല. നമുക്ക് 143-ൻ്റെ അടുത്ത ട്രിപ്പ് കിട്ടിയിട്ടുണ്ട്. ഇത് എടുക്കാം, ഈ ട്രിപ്പ് തന്നെ എടുക്കാം. ഇത് മുന്നേ മാച്ച് വന്നതായിരുന്നു. 3 കിലോമീറ്റർ എന്തോ ഡ്രോപ്പുള്ളൂ. ഇത് കഴിഞ്ഞിട്ട് കാണാം. നമുക്ക് 3ാമത്തെ ട്രിപ്പ് അടിച്ചു. 3ാമത്തെ ട്രിപ്പും അത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പം 4-5-യാണ്. 4-5-യിൽ നിന്ന് ഇവിടെ ഒരു CNG സ്റ്റേഷൻ ഉണ്ട്. അപ്പം അവിടെ നിന്ന് CNG അടിച്ചിട്ട് അടുത്ത് ഓണാക്കാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. ഫുള്ള് സർജാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഫുള്ള് സർജ. നമ്മൾ അടുത്ത ഓട്ടം പേരൂർക്കടയിൽ നിന്നെടുത്ത് കാര്യവട്ടം ക്യാമ്പസിലായിരുന്നു. അത് നമ്മൾ ടോപ്പ് ചെയ്തിട്ടുണ്ട്. നല്ല ബ്ലോക്കായിരുന്നു. അത് നമുക്ക് ഒരു 347 രൂപ
കൊണ്ട് കിട്ടി. 14 കിലോമീറ്റർ വരെ 45 മിനിറ്റ് എടുത്തു. നമ്മൾ ക്യാമ്പസിൽ നിന്ന് വെളിയിറങ്ങിയാണ്. ടോട്ടലി നമ്മൾ 4 ട്രിപ്പ് എടുത്തിട്ടുണ്ട്. ഇവിടെ സർജ് ചെറുതായിട്ടുണ്ട്. ട്രിപ്പ് അടിക്കുമോ എന്ന് നമുക്ക് നോക്കാം. ഇവിടെ എവിടെയെങ്കിലും വണ്ടി ഒന്ന് പാർക്ക് ചെയ്തിടാം. രാവിലത്തെ സർജെല്ലാം മാറിയിട്ടുണ്ട്. ഇത്രയും നല്ല വെയിലൊന്നും ഇല്ലായിരുന്നു, നല്ല ക്ലൈമറ്റ് കൊള്ളായിരുന്നു. പക്ഷേ ഇപ്പം വെയിൽ ആയി വരുന്നുണ്ട്. വെയിലായി വരുമ്പോഴാണ് ബുദ്ധിമുട്ട്. ഓട്ടോ ഇല്ലാതിരിക്കുന്ന സമയത്ത് പാർക്ക് ചെയ്യാൻ നല്ല സ്ഥലങ്ങളൊന്നും കിട്ടിയില്ലെങ്കിൽ വെയിലത്ത് വെന്ത് വരൂ. എന്തായാലും നമുക്ക് ഇവിടെ എവിടെയെങ്കിലും നോക്കാം. എവിടെയെങ്കിലും പാർക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ പാർക്ക് ചെയ്യാം. കിട്ടിയാൽ കൊള്ളാം. ഇവിടെ ടെക്നോ പാർക്കിൻ്റെ അകത്തോട്ട് ലൈനിൽ കൊണ്ടിടാം. അപ്പോഴേ അവിടെ എവിടെയെങ്കിലും സ്ഥലങ്ങളാണ് എടുക്കുന്നുണ്ട്. ഇപ്പം ടെക്നോ പാർക്കിൻ്റെ അവിടെ നിന്ന് കിട്ടാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്, രാവിലെ ആയതുകൊണ്ട്. നമുക്ക് നോക്കാം, അങ്ങോട്ട് കൊണ്ടുവന്ന് ഇട്ട് നോക്കാം. ടെക്നോ പാർക്കിൻ്റെ ബാക്ക് സൈഡായിട്ട് വരും. ചെറിയ സ്ഥലങ്ങൾ, ചെറിയ സ്ഥലത്ത് നമുക്ക് മാർക്ക് ചെയ്യാം. ഫ്രണ്ടിലൊക്കെ ടാക്സി വണ്ടികൾ കിടപ്പുണ്ട്. നോക്കാം കുറച്ചും കൂടി എണ്ണ അടുപ്പിച്ചിടാം. അടുത്തത് നമുക്ക് കാര്യവട്ടം ഭാഗത്ത് നിന്ന് ഇവിടെ കോസ്മോ ട്രിപ്പ് അടിച്ച് കൊണ്ട് ക്രോസ് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഇതാ അവിടുന്ന് കോസ്മയിൽ നിന്ന് ഇടിയിലോട്ട് ഇറങ്ങിയാണ്. കോസ്മയിൽ OP താഴെ ാണ്, മുകളിലും നിർത്താൻ താഴെ നിർത്താം. അപ്പം ഞാൻ താഴോട്ടാണ് വന്നത്. കസ്റ്റമറിന് താഴോട്ട് ഇറക്കണമെന്ന് പറഞ്ഞ് ഒരു പ്രായമുള്ളൊരു അമ്മൂമ്മ ഉണ്ടായിരുന്നു. നടക്കാൻ ബുദ്ധിമുട്ട് കാരണം അങ്ങനെ അവർ താഴെ ഇറക്കിയിട്ട് ഞാനിതാ റോട്ടിലോട്ട്, മെയിൻ റോട്ടിലോട്ട് പോയാണ്. ഭയങ്കര ബ്ലോക്കാണ്. വീണ്ടും സർജ് ഇന്ന് ഫുള്ള് സർജാണ്. സർജിലെല്ലാം ഓട്ടോ ട്രിപ്പ് അടിക്കുമോ എന്ന് ചോദിച്ചാൽ അടിക്കുമ്പോൾ പറയാം അടിച്ചെന്ന്. അങ്ങനത്തെ അവസ്ഥയാണ്. സർജ് കാണിക്കുന്നുണ്ട്. 11:30 5 ട്രിപ്പാണ് എടുത്തത്. കോളേജ് കുമാരപുരം റോഡിലെവിടെയെങ്കിലും കൊണ്ടിടാം. ട്രിപ്പ് അടിക്കട്ടെ, അടുത്ത ട്രിപ്പ് അടിക്കട്ടെ. നല്ല ബ്ലോക്കാണ് ഇന്ന് ഫുള്ള്. എല്ലായിടത്തും പോകുന്ന എല്ലായിടത്തും അത്യാവശ്യം ബ്ലോക്കുണ്ട്. ഇതാണ് ഇന്ന്. ഞാൻ ഈ ട്രിപ്പ് കിട്ടുമ്പോൾ എനിക്കത് ഷൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോഴത്തേക്ക് എനിക്ക് പെട്ടെന്ന് സെക്കൻഡുകൾ കൊണ്ട് തന്നെ എടുക്കണം ട്രിപ്പുകൾ. അപ്പോൾ ഫോണെടുത്ത് എനിക്ക് ഷൂട്ട് ചെയ്യാൻ വേണ്ടി ടൈം കിട്ടുന്നില്ല. ഞാൻ എവിടെയെങ്കിലും
പാർക്ക് ചെയ്തിരിക്കുന്ന സമയത്താണ് അടിക്കുന്നതെങ്കിൽ നമുക്ക് അത് ഷൂട്ട് ചെയ്യാം. കുമാരപുരം റോഡിലോട്ടാണ് പോണേ. അപ്പോൾ ഇവിടെ എവിടെയെങ്കിലും കൊണ്ടുവന്നൊന്ന് പാർക്ക് ചെയ്യാം. വണ്ടിയുടെ ഉള്ള സൗകര്യം വളരെ കുറവാണ്. എവിടെയെങ്കിലും ചെറിയൊരു ഗ്യാപ്പ് കിട്ടി അവിടെ നമുക്ക് ഇടാം. 11:30 രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് ഇറങ്ങിയത്. അപ്പോൾ ഇനി ഉച്ചയ്ക്കുള്ള ഫുഡ് കഴിച്ചാൽ മതി. ഉച്ചയ്ക്കുള്ള ഫുഡ് സമയത്തിന് കഴിക്കാൻ പറ്റുമെന്നും അങ്ങനെയൊന്നുമില്ല. 5 മണി സമയത്തിന് കഴിക്കാം, അല്ലെങ്കിൽ എപ്പോഴെങ്കിലൊക്കെ കഴിക്കും. ഇന്റർസിറ്റി ഒന്നും അങ്ങനെ അടിക്കാറില്ല. എല്ലാം ലോക്കലി നമ്മളെ സിറ്റിക്കകത്ത് കിടന്നുള്ള ഓട്ടം തന്നെയാണ്. ഒരു കണക്കിന് അതാണ് നല്ലത്. വേറെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലേ റേറ്റിംഗ് കിട്ടില്ല. ഇന്റർസിറ്റി പോകുമ്പോൾ നമുക്ക് റേറ്റിംഗ് കിട്ടില്ല. എക്സ്ട്രാ ചോദിച്ച് പോകാനും പറ്റില്ല. ചില ആൾക്കാർ തരും, തരില്ല. അങ്ങനത്തെ ഒരു ഇതാണ്. അതാ സർജാണ് കാണിക്കുന്നുണ്ട്. നമുക്കൊരു റിസർവേഷൻ വന്ന് കിടപ്പുണ്ട്, പക്ഷെ ഞാനത് എടുക്കുന്നില്ല. അതിപ്പോൾ എടുത്താൽ പിന്നെ അത് പാടാണ്. ചിലപ്പം 12:40 അടുത്ത് നമുക്ക് കിട്ടിയത് ഒരു 150 റാപ്പിഡാണ്. അത് കംപ്ലീറ്റ് ചെയ്തു. കളക്ഷൻ 150 രൂപ. ചെറിയ ട്രിപ്പായിരുന്നു. 2.5 കിലോമീറ്റർ വന്നാൽ മതിയായിരുന്നു. അപ്പോൾ അത് നമ്മൾ ക്രോസ് ചെയ്തിട്ടുണ്ട്. റാപ്പിഡ് ട്രിപ്പ് എടുക്കപ്പം യൂബർ ഓഫ് ചെയ്തു. ഇങ്ങനെ അത് ട്രിപ്പ് എടുത്താൽ അടിച്ചെടുക്കാൻ പറ്റില്ലല്ലോ. ഇതൊരു ചെറിയ വഴി കൂടിയാണ് വന്നത്. മാലിക്കാരായിരുന്നു, ആൾക്കാരായിരുന്നു. ചെറിയ റോഡാണ്. ഇതിന് ഇവിടുന്ന് മെയിൻ റോഡിൽ വരെ പോകാൻ ഇത്തിരി പാടാണ്. സെഡാൻ വണ്ടിയാണ്. എൻ്റെ വണ്ടി ഡിസയറാണ്. അപ്പം ചെറിയ വഴി കൂടിയൊക്കെ പോകാനും എടുക്കാനൊക്കെ ഭയങ്കര നല്ല ബുദ്ധിമുട്ടാണ്. റോഡും മോശം. ചെറിയ വഴി കൂടി പോകണം. ഈ പൊട്ടിപ്പൊളിഞ്ഞ റോട്ടിൽ കൂടിയാണ് വന്നത്. എതിരെ വണ്ടി വന്ന പാടാണ്. സൈഡ് കൊടുക്കാൻ പോലും സൈഡിന് പോലും സ്ഥലമില്ല. ഉള്ള റോഡ് പൊളിച്ചു പൊട്ടിക്കുന്നു. എന്തോ വർക്ക് നടക്കുന്നുണ്ട്. ഇത് കിംസിൻ്റെ അവിടെയാണ് നിൽക്കുന്നത്. കിംസ്. ഇവിടുന്ന് കിംസിൽ നിന്ന് വല്ലതും ഓട്ടം പ്രതീക്ഷിച്ചാണ്. കിംസിലോട്ട് വല്ലതും അടിക്കുന്നു നോക്കണം. അല്ലെങ്കിൽ കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷനിലോട്ട് പോവാം. ഇവിടെ ട്രെയിൻ ഉണ്ടോ എന്ന് നോക്കണം. ട്രെയിൻ ഉണ്ടെങ്കിൽ അങ്ങോട്ട് പോവാം. ഈ ഓട്ടോയൊക്കെ ഉണ്ടോ, ഹോണൊന്നും അടിക്കാതെ പെട്ടെന്ന് വന്ന് കയറി വളവിൽ കൂടി. ഭയങ്കര ഡേഞ്ചറാണ്. നമുക്ക് ഹോൺ അടിച്ച് തന്നെ കയറാം. റിസ്ക് എടുക്കണ്ട. ഇത് കുറച്ച് ഭാഗം ഒത്തിരി ചെറിയ റോഡാണ്. ഇത് ബാക്കിലോട്ടെന്ന് വെച്ചാൽ അത്യാവശ്യം വീതിയുണ്ട്.
കിംസ് ഹോസ്പിറ്റലിൻ്റെ എത്തുന്നതിന് മുമ്പേ കുറച്ച് പാർക്ക് ചെയ്യാൻ പറ്റിയ സ്ഥലങ്ങൾ റോഡ് സൈഡിലുണ്ടായിരുന്നു. അത് ഇപ്പോൾ ഒരു കോർപ്പറേഷൻകാർ പൈസ പിരിക്കുന്നുണ്ട്. അപ്പം നമുക്ക് ഇങ്ങനെ അവിടെ എവിടെയൊക്കെ പിരിക്കുന്നിടത്തൊക്കെ പൈസ കൊണ്ട് കൊടുത്ത് ഇടുന്നത് നമുക്ക് അത്ര ഗുണമുള്ള കാര്യമല്ല. അപ്പോൾ നമുക്ക് നോക്കാം അവിടെ എവിടെയെങ്കിലും സ്ഥലമുണ്ടെങ്കിൽ ഇടാം. തമിഴ്നാട് രജിസ്ട്രേഷൻ വണ്ടിയാണ് കിടക്കുന്നത്. ഈ കിംസിൽ നിന്ന് തമിഴ്നാട്ടിൽ നിന്നൊക്കെ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന വണ്ടികളായിരിക്കും. കിംസിൻ്റെ അവിടെ വന്നതാണ്. ഇപ്പോൾ ഒരു അരമണിക്കൂറായി, ഒന്നും അടിക്കുന്നില്ല. യൂബർ ഇങ്ങനെ ചത്തിടക്കുകയാണ്. ഇപ്പം ജീവൻ ഭരിക്കുമെന്ന്. ഓക്കെ, ഇവിടെ ഇനി ട്രിപ്പ് അടിക്കുമെന്ന് പ്രതീക്ഷയിൽ കിടപ്പുണ്ട്. എങ്ങനെയാണെന്നറിയില്ല. ഞാനിപ്പോൾ കിംസ് ഹോസ്പിറ്റലിൻ്റെ അകത്ത് വന്നു. അപ്പോൾ ഇവിടെ നിന്ന് ഒരു ഓട്ടോ അടിച്ചു, ഒരു പട്ടം 143 ചെറിയൊരു ഓട്ടോ എടുത്തു. പക്ഷേ അത് ഫേക്കാണെന്ന് തോന്നുന്നു. ഞാൻ എൻ്റെ അകത്ത് കയറിയപ്പം തന്നെ ക്യാൻസൽ ചെയ്ത് കളഞ്ഞു ബുക്ക് ചെയ്ത ആൾ. അപ്പം ഇനി അടുത്ത് ഇവിടെ നിന്ന് വെളിയിലോട്ട് ഇറങ്ങണം. സമയം 12:40. ഞാൻ ഫുഡ് കഴിക്കാൻ നിർത്താം. ഇവിടെ നല്ലൊരു കിംസിൻ്റെ അവിടെ നല്ലൊരു ഹോട്ടലുണ്ട്. അപ്പോൾ അവിടെ പോയി വല്ലതും കഴിച്ചിട്ട് ഓൺ ചെയ്യാം തോന്നുന്നു. നല്ലത് നോക്കട്ടെ. ട്രിപ്പ് അടിച്ചില്ലല്ലോ. ട്രിപ്പ് കുറേ നേരമായി, ഒരു 3/4 മണിക്കൂറായെന്ന് തോന്നുന്നു. കിംസിൻ്റെ ഇവിടെ വന്നിട്ട് ഓട്ടം വളരെ കുറവാണ്. ഒന്നും അടിക്കുന്നില്ല. റാപ്പിഡയോ ഒന്നും അടിക്കുന്നില്ല. ഓക്കെ, ഇനി കഴിച്ചിട്ട് കാണാം. ഞാനിത് ഇവിടെ നിന്നാണ് കഴിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഹോട്ടൽ കൈലാസ്.